പൂവരൻ എന്നൊരു സിനിമയിലൂടെ നമുക്ക് ഏറെ പ്രിയങ്കരിയാണ്. ആൻഡ് തങ്കമണിയിലൊക്കെ എത്തിയിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു. അത് മാത്രമല്ല പാട്ട് മീൻസ് നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു ആഗ്രഹമായിരിക്കും. നേരത്തെ ദാസനെ പറഞ്ഞ പോലെ സിനിമ എന്നൊരു മോഹം കൊണ്ടു നടക്കുന്ന പല ആൾക്കാരുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. സോ എങ്ങനെയാണ് തങ്കമണി എക്സ്പീരിയൻസ്, ദിലീപേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, ഹോൾ ക്രൂ, എന്തായിരുന്നു മെമ്മറീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? നമസ്കാരം. ഇതെന്റെ സെക്കൻഡ് ടൈമാണ് ഈ മോളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാപ്പന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. ബിസൈഡ്സ് ദാറ്റ് കോഴിക്കോട് എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കോഴിക്കോടിനാണ്. അപ്പോൾ ഞാൻ ആകെ കൊച്ചിയിൽ എവിടെയെങ്കിലും പോയി നിൽക്കുന്നതെങ്കിൽ അത് കോഴിക്കോട് മാത്രമാണ്. സോ വെരി സ്പെഷ്യൽ ടു മീ ടു ബി ഹിയർ അഗൈൻ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഫോർത്ത് ഫിലിമാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ക്യാരക്ടേഴ്സാണ്. ഇടിച്ചു മാത്രം പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിനൊരു പോളാർ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ പാവം ഒതുങ്ങിയ ഒരു വൈഫ് ലവർ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് തന്നെയായിരുന്നു അതിൽ എനിക്ക് ചലഞ്ചിങ് ഫാക്ടർ. ഇടിച്ചിടിച്ച് കുറച്ച് അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് പെട്ടെന്ന് ഒതുങ്ങി റൊമാൻസ് ചെയ്യാന്ന് പറയുന്നത് പരിചയമില്ല. എങ്ങനെയുണ്ടായിരുന്നു? അതും ദിലീപേട്ടൻ്റെ കൂടെ റൊമാൻസ് ചെയ്യാണ്. പാടുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു? ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ റൊമാൻസ് തന്നെ ആദ്യമായിട്ടാണ് ചേട്ടനോട് ചെയ്യാൻ പറ്റിയത്. ഐ എൻജോയ് ദി എക്സ്പീരിയൻസ് ബിക്കോസ് ഹി മേഡ് മീ വെരി കംഫർട്ടബിൾ. ഞാൻ നെർവസ് ആയിരുന്നു, എനിക്ക് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു ഇതിനോട് ചെയ്യാത്തത് കാരണം. പക്ഷേ സെറ്റിൽ ചെന്ന് വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി എൻ്റെ ആ ടെൻഷൻസൊക്കെ പെട്ടെന്ന് എനിക്ക് മാറ്റി തന്നു. I should thank him for that. The entire team was very supportive. I enjoyed the entire journey and it was very valuable. പിന്നെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇടയ്ക്ക് ഒരു കട്ട് പറയുമ്പോൾ ആക്ഷനെ കട്ട് പറയുമ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും അടുത്ത സീനിനെ കുറിച്ചും അല്ലെങ്കിൽ അടുത്ത ഡയലോഗിനെ കുറിച്ചും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. I